ഇന്നത്തെ സ്റ്റോറി ഞങ്ങൾ എല്ലാവരും കൂടെ ചെറി പിക്കിങ്ങിന് പോയതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ മിസ് ചെയ്തത് മുതൽ ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു അടുത്ത പ്രാവശ്യം എന്തായാലും പോകണമെന്ന് വിചാരിച്ച്. അങ്ങനെ ആ സമയം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. സിഡ്നിയിൽ നിന്ന് 1 hour ഡ്രൈവ് ചെയ്ത് കൺട്രി സൈഡിലെ ബിബ്ലിൻ എന്നൊരു ലൊക്കേഷനിലാണ് ഈ ചെറി ഓർച്ചഡ് ഉള്ളത്. ഇസയും തലേ ദിവസവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വലിയ പച്ച ഇലകളുടെ ഇടയിൽ ഡീപ്പർ റെഡ് കളറിൽ ഇങ്ങനെ തുരുതുരായിരിക്കുന്ന കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. ഡാർക്ക് റെഡ് കളർ ഉള്ളതാണ് പാകമായത്. എന്താ ഒരു കളറല്ലേ. ഇവിടെ ഈ ഫ്രൂട്ട്സ് ഫാമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വലിയ ബസ്സിലാണ് നമ്മളെ ചെറിയ ഓർച്ചഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ ബാസ്ക്കറ്റും കൊണ്ടുപോകാം, ആവശ്യമുള്ളത് പറിച്ചെടുക്കാം. 1 കിലോയ്ക്ക് $24 ആണ്. ഇവിടെ ഈ ബുക്കിംഗ് എക്സ്പീരിയൻസിന് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് അഡൽട്ടിന് $25 ചൈൽഡിന് $10 ഫീ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് അടർത്തി ഇസയ്ക്ക് യുവയ്ക്കും കൊടുക്കുവാണ് ബാസ്ക്കറ്റിലോട്ട് ഇടാൻ. ബാസ്ക്കറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവർക്കിഷ്ടമുള്ള ഷേപ്പിലും കളറിലും കാണുന്നതൊക്കെ അപ്പം തന്നെ അവർ കഴിച്ചു തീർക്കുവാണ്. നോക്കിക്കേ, ആസ്വദിച്ച് നിന്ന് കഴിക്കുവാണ്. നല്ല സ്വീറ്റ് ആകട്ടോ, എല്ലാം മറന്നു നിന്ന് കഴിക്കുവാണേ. ഇഷ്ടംപോലെ പൊഴിഞ്ഞ് താഴോട്ട് പോകുന്നുമുണ്ട്. ഇതിൻ്റെ ഈ വൈബ്രന്റ് റെഡ് കളർ ഉള്ളതുകൊണ്ടും സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ടും ചില കൾച്ചറിൽ ഇതിനെ നല്ല തുടക്കത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ സിമ്പിളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ഐസ്ക്രീമിലും കേക്കിലും ഒക്കെ ഒരു ചെറി വച്ചേക്കുന്നത്. ഇവിടെ സിഡ്നിയിൽ ലേറ്റ് നവംബറിൽ തുടങ്ങി മിഡ് ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇതിന്റെ സീസൺ അങ്ങ് തീരും. അതുകൊണ്ട് ഈ പിക്കിംഗ് എക്സ്പീരിയൻസ് മിക്കവാറും ബുക്ക്ഡ് ഔട്ട് ആണ്. അതുപോലെ ഈ ചെറീസിൽ ആന്റി ഓക്സിഡൻസ് വളരെ കൂടുതലാണ്. വൈറ്റമിൻ സി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും സ്കിൻ ഗ്ലോയും ഒക്കെ ഇംപ്രൂവ് ആകും. കിഡ്സിനൊക്കെ വളരെ നല്ലതാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ആപ്പിൾ ഫാമാണ് കേട്ടോ. ഒക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഈ വരുന്ന ജാനൊക്കെ കഴിയുമ്പോൾ സംഭവം റെഡിയാകും. അപ്പോൾ എന്തായാലും വരണം.